ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഈ പാഠത്തിന് ലാസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരെണ്ണമോ രണ്ടെണ്ണമോ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്? അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തിൻ്റെ വിസരണം എന്ന് പറഞ്ഞാൽ ടൈനി പാർട്ടിക്കിൾസിൽ പ്രകാശം വന്ന് പതിക്കുമ്പോൾ, കണങ്ങളിൽ പ്രകാശം വന്ന് പതിക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ചു പോകും. ചെറിയ കണികകളിൽ പ്രകാശം വന്ന് തട്ടുമ്പോൾ അത് പൊട്ടിത്തെറിച്ചു പോകുന്ന ആ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വിസരണം. പ്രകാശത്തിന് അതിസൂക്ഷ്മ കണികകളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനം. എന്താണ് പ്രകാശത്തിന്റെ വിസരണം? കണികകളിൽ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം. പ്രകാശത്തിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രകാശത്തിന്റെ പൊട്ടിത്തെറിക്കലാണ്. അത് സൂക്ഷ്മ കണികയിൽ തട്ടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് when it falls on tiny particles of the medium. It is irregular and partial reflection. Irregular and partial reflection of light when it falls on tiny particles of the medium is called as dispersion of light. That is also change in direction. അത് പ്രകാശത്തിന്റെ പാതയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അപ്പൊ എന്താ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് is the phenomenon when light falls on the tiny particles of the medium. When it falls on the tiny particles of the medium, or irregular and partial reflection of light when it falls on the tiny particles of the medium is called as scattering of light. ഓക്കെ, പ്രകാശത്തിന് പൊട്ടിത്തെറിക്കലാണ്. ഇനി ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, അതിന് ലൈറ്റിന്റെ വേവ് ലെങ്തുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സൺലൈറ്റിലാണെങ്കിൽ 7 വേവ് ലെങ്തുകൾ കൂടി ചേർന്ന് പോകുന്നതാണ് സൺലൈറ്റ്. അപ്പോൾ സൺലൈറ്റ് ടൈനി പാർട്ടിക്കിൾസിൽ തട്ടിയാൽ അത് ഡിഫറെൻറ്റ് കളേഴ്സായി തന്നെ പൊട്ടിത്തെറിക്കും. ഈ പാർട്ടിക്കിൾസിന്റെ വലിപ്പം, അതേപോലെ തന്നെ ലൈറ്റിന്റെ വേവ് ലെങ്ത്, ഇതുമായി റേറ്റ് ഓഫ് സ്കാറ്ററിങ്ങിന് ബന്ധമുണ്ട്. When the size of the particle increases, the rate of scattering also increases. What is the relation between scattering and size of particle? When the size of particle increases, rate of scattering also increases. തടസ്സം നിൽക്കുന്ന കണികയുടെ വലിപ്പം കൂടിയാൽ വിസരണത്തിന്റെ തോതും കൂടും. എന്നാൽ കണികയുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തോളം വന്നാൽ സ്കാറ്ററിംഗ് എല്ലാ കളറിനും ഒരേപോലെ നടക്കും. അതായത് ഒരു റിഫ്ലക്ഷൻ പോലെയാണ് പെരുമാറുക. പാർഷ്യൽ റിഫ്ലക്ഷൻ ആയിരിക്കില്ല, എല്ലാത്തിനും ഒരേ റിഫ്ലക്ഷൻ നടക്കും. ഇപ്പൊ എന്താണ് സ്കാറ്ററിങ്ങിന്റെ റേറ്റും പാർട്ടിക്കിൾസിന്റെ സൈസും എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്, when the size of particle increases, rate of scattering also increases. But the size reaches the limit. ഒരു ലിമിറ്റ് ഉണ്ട്. If the size of the particle is equal to the size of wavelength of the light, if the wavelength of the light is equal to the size of the object, then the scattering is equal for all colors. Okay, ഇനി സ്കാറ്ററിംഗുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് സ്കാറ്ററിംഗ്? വാട്ട് ഈസ് സ്കാറ്ററിംഗ്?
വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് സ്കാറ്ററിംഗ് ആൻഡ് ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, ദ പാർട്ടിക്കിൾ. എന്താണ് വിസരണം, വിസരണ തോതും തടസ്സം നിൽക്കുന്ന കണികയുടെ വലിപ്പവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇനി നമ്മൾ പഠിക്കേണ്ട പോയിന്റ്, റൈസിംഗ് സണ്ണിന്റെ നിറവും സെറ്റിംഗ് സണ്ണിന്റെ നിറവും തമ്മിൽ നമ്മുടെ വിസരണത്തിനൊരു ബന്ധമുണ്ട്. പലപ്പോഴും ചോദ്യ പേപ്പറിൽ ഇത് കാണാറുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ സയൻസിന്റെ കാര്യം? റൈസിംഗ് സണ്ണും സെറ്റിംഗ് സണ്ണും മാത്രം നമ്മൾ റെഡ് കളറിലാണ് കാണുന്നത്. മറ്റ് സമയത്തൊന്നും സണ്ണ് റെഡ് കളറിലല്ല കാണുന്നത്. എന്താണ് ഇതിന്റെ റീസൺ? ഉദയ സൂര്യനും അസ്തമയ സൂര്യനും ചുവപ്പ് നിറത്തിൽ കാണാൻ എന്താണ് കാരണം? ഉദയ അസ്തമയ സമയങ്ങളിൽ, ഉദയ സമയത്തും അസ്തമയ സമയത്തും സൂര്യരശ്മിക്ക് വളരെ ദൂരം സഞ്ചരിച്ചു മാത്രമേ നമ്മുടെ കണ്ണിലെത്താൻ കഴിയൂ. ഇങ്ങനെ വളരെ ദൂരം സഞ്ചരിച്ചു വരുന്ന സൂര്യകിരണത്തിലെ വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ് മുതൽ വേവ് ലെങ്ത് കുറഞ്ഞ വർണ്ണങ്ങൾക്കൊക്കെ സ്കാറ്ററിങ് നടക്കുകയും അവ ഒക്കെ നഷ്ടമാവുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ കണ്ണിലെത്തുമ്പോൾ ശേഷിക്കുന്നത് അവസാനത്തെയുള്ള ഓറഞ്ചും റെഡുമായിരിക്കും. അതുകൊണ്ട് ഓറഞ്ച് റെഡാണ് ഷാർപ്പ് കളർ, അതുകൊണ്ട് നമ്മൾ റെഡിൽ കാണുന്നു. ഉദയ അസ്തമയ സമയങ്ങളിൽ സൂര്യരശ്മിക്ക് വളരെ ദൂരം സഞ്ചരിച്ചു മാത്രമേ നമ്മുടെ കണ്ണിലെത്താൻ കഴിയൂ. ആ സമയമാകുമ്പോഴേക്കും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളൊക്കെ വിസരണം സംഭവിച്ച് നഷ്ടപ്പെട്ടിരിക്കും. ശേഷിക്കുന്നവയിൽ കൂടുതൽ റെഡ് ആയതുകൊണ്ട് നമുക്ക് റെഡ് നിറത്തിൽ, ചുവപ്പ് നിറത്തിൽ സൂര്യനെ കാണാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഓർക്കണം. അപ്പോൾ ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിന് വളരെ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമ്മുടെ കണ്ണിലെത്താൻ കഴിയൂ. ആ സമയമാകുമ്പോഴേക്കും തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ് തുടങ്ങിയ മറ്റെല്ലാ നിറങ്ങൾക്കും വിസരണം സംഭവിച്ച് നഷ്ടപ്പെട്ടിരിക്കും. അവശേഷിക്കുന്ന നിറങ്ങൾ ഓറഞ്ചും റെഡുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓറഞ്ച് റെഡിൽ അഥവാ റെഡിൽ സൂര്യനെ കാണുന്നു. ഓക്കെ, during sunset and sunrise, sun ray has to travel a very long distance to reach our eye. In this long journey, colors of shorter wavelength almost lost because of dispersion. The remaining colors are orange and red. So we see rising sun and setting sun in red color. Okay, വളരെ പ്രധാനപ്പെട്ടതാണ്. During sunrise and sunset, sun ray has to travel very long distance to reach our eye. During this long journey, all colors of shorter wavelength almost lost because of dispersion. The remaining colors are orange and red. So we have to see rising sun and setting sun in red color. Okay. Tintal effect അഥവാ ടിൻഡൽ പ്രഭാവം പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും ഫൈനൽ എക്സാമിലെ ചോദ്യപേപ്പർ ഇത് കണ്ടിട്ടുണ്ട്. എന്താണ് ടിൻഡൽ ഇഫക്റ്റ്? സസ്പെൻഷനിലൂടെയോ കൊളോയിഡൽ സൊല്യൂഷൻ, അതായത് ചോക്ക് വെള്ളമോ അല്ലെ സോപ്പ് വെള്ളമോ ഇങ്ങനെയുള്ള കൊളോയിഡൽ സൊല്യൂഷനിലൂടെയോ അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെയോ പ്രകാശം കടന്നു പോകുമ്പോൾ അതിനകത്തുള്ള കണികകളിൽ തട്ടി പ്രകാശത്തിന് വിസരണം നടക്കും. അതുകൊണ്ട് കണികകൾ പ്രകാശിക്കും. ഇപ്പൊ കൊളോയിഡൽ സൊല്യൂഷനിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശരശ്മി കടന്നു വരുമ്പോൾ വിസരണ നിമിത്തം അതിനകത്തുള്ള കണങ്ങൾ, പ്രകാശം കടന്നു പോകുന്ന പാതയുള്ള കണങ്ങൾ മിന്നിത്തിളങ്ങും. അതുകൊണ്ട് പ്രകാശത്തിന്റെ പാത വ്യക്തമായി കാണാം. പ്രകാശത്തിന്റെ ഈ പ്രതിഭാസത്തിന്റെ പേരാണ് ടിൻഡൽ പ്രഭാവം. ടിൻഡൽ പ്രഭാവം വളരെ നന്നായി നമുക്ക് അനുഭവിക്കാൻ കഴിയുക മഞ്ഞുള്ള സ്ഥലങ്ങളിൽ. നിങ്ങൾ ടൂറിനൊക്കെ പോയിട്ട് ഊട്ടി പോലെയുള്ള സ്ഥലങ്ങളിൽ ടൂറിനൊക്കെ പോകുമ്പോൾ രാവിലെ ഇറങ്ങി നോക്കിയാൽ മഞ്ഞിനകത്തൂടെ ലൈറ്റ് അടിക്കുന്നത് പോലെയുള്ള ഒരു പ്രകാശം, താഴെ മഞ്ഞുള്ള സ്ഥലത്ത് മാത്രം ലൈറ്റ് അടിക്കുന്നത് പോലെയുള്ള ഒരു പ്രകാശം, അതായത് മരങ്ങളുടെ ചില്ലകൾക്കൊക്കെ ഇടയ്ക്കൂടെ പ്രകാശം കടന്നു വരുമ്പോൾ അത് വ്യക്തമായി കാണാം. ഇതാണ് ടിൻഡൽ പ്രഭാവം, ടിൻഡൽ ഇഫക്റ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ് ടിൻഡൽ ഇഫക്റ്റ്, ഓർത്തിരിക്കണം. വാട്ട് ഈസ് ടിൻഡൽ ഇഫക്റ്റ്? When light ray passes through suspension or colloidal solution,
When light ray passes through suspensions or colloidal solution, because of dispersion, the particles of the suspension illuminate. It will glow because of dispersion. So we can see the path of the light. This phenomenon is called as Tintel effect. When light ray passes through suspension or colloidal solution, because of dispersion, the way of light is visible. And the particles of the medium where the light passes will glow. We can see the path of the light. This phenomenon is known as Tintel effect. നമ്മുടെ ഈ പാഠത്തിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ലൈറ്റ് പൊല്യൂഷൻ എന്താണ്. വാട്ട് ഈസ് ലൈറ്റ് പൊല്യൂഷൻ? എന്താണ് ലൈറ്റ് പൊല്യൂഷൻ? ഈ ലൈറ്റ് പൊല്യൂഷൻ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന വിഷമതകൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് എന്താണ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് നോക്കാം. The excess and non-judicial use of light. What is light pollution? The excess and non-judicial. ആ രണ്ട് വാക്കുകളുണ്ട്. Excess and non-judicial use of light is called as light pollution. What is light pollution? The excess and non-judicial use of light is called as light pollution. What are the consequences of light pollution? ലൈറ്റ് പൊല്യൂഷന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. കോൺസിക്വൻസസ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ നോക്കുക. ലൈറ്റ് പൊല്യൂഷന്റെ കോൺസിക്വൻസസ്: ദ ലൈഫ് ഓഫ് ദ ലിവിംഗ് ബീയിങ്സ് വിൽ ബി എഫക്റ്റഡ് അഡ്വേഴ്സ്ലി. ലൈറ്റ് പൊല്യൂഷൻ, ദി എക്സസ് യൂസ് ഓഫ് ലൈറ്റ് will affect the life of living beings adversely. Living being in the life ine adu adverse ആയിട്ട് ഇഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെ consequences, the sky watching will be impossible. അമിതമായ ലൈറ്റ് ഉണ്ടാവുമ്പോൾ സ്കൈ വാച്ചിങ് ഇമ്പോസിബിൾ ആവും. The light from tall flat, വലിയ ഫ്ലാറ്റുകളിൽ നിന്നുണ്ടാകുന്ന ലൈറ്റുകൾ misleads the migrating birds. They cannot identify the direction. The light from tall flats will be misleaded the migrating birds. They cannot identify the direction. The excess lighting from high beam of headlight in vehicles, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ചില ആളുകളുടെ വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റുകളിൽ നിന്നും അമിതമായ പ്രകാശം അവർ പുറത്തേക്ക് വിടും. അങ്ങനെ വിട്ടാൽ it causes hindrance to vision of others and can cause accidents. അങ്ങനെ സംഭവിച്ചാൽ എതിരെ വരുന്ന വണ്ടിക്കാർക്ക് ദിശ കാണാതെ വരികയും അവർ വണ്ടി മറിഞ്ഞു പോവുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. The excess light from high beam of headlight in vehicles causes hindrance to the vision of others and can cause accident. Fifth point, the excess use of lighting devices. ലൈറ്റിംഗ് ഡിവൈസസിൽ നിന്ന് എക്സസ് ലൈറ്റ് ഉപയോഗിക്കുന്നത് കൂടുതൽ എനർജി കൺസംഷന് കാരണമാവുകയും അത് നമ്മുടെ എനർജി ക്രിസിസ്, ഊർജ പ്രതിസന്ധിക്ക് ഇത് കാരണമാവുകയും ചെയ്യും. എന്തൊക്കെയാണുള്ളത്? ഈ 5 പോയിന്റ് ഓർത്തിരിക്കുക. The life of living beings will be affected adversely. Sky watching will be impossible. The light from tall flats mislead the migrating birds. They cannot identify the direction. The excess light from high beam of headlight in vehicles causes hindrance to the vision of others and
and can cause accident. The excess use of lighting devices increases light energy consumption and can create energy crisis. വളരെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നിങ്ങൾ ഇതിനെ പഠിക്കുക. പ്രകാശ മലിനീകരണം എന്താണ്? പ്രകാശ മലിനീകരണത്തിന്റെ കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ അവസാനത്തെ പോയിന്റായി പഠിക്കേണ്ടത്. പ്രകാശ മലിനീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായ തോതിൽ വിവേചനരഹിതമായി, ഓർക്കേണ്ട വാക്കുകൾ, അമിതമായ തോതിൽ വിവേചനരഹിതമായി പ്രകാശം ഉപയോഗിക്കുന്നതിനെയാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. ഈ പ്രകാശ മലിനീകരണം എന്താണ്? പ്രകാശ മലിനീകരണം അമിതമായ തോതിൽ വിവേചനരഹിതമായി പ്രകാശം ഉപയോഗിക്കുന്നതിനെയാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. അനാവശ്യമായി പ്രകാശത്തിനെ അമിതമായി ഉപയോഗിക്കും. എന്തൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? എന്താണ് ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം, ഇത് ജീവജാലങ്ങളെ, ജീവികളുടെ, ചെറു ജീവികളുടെ ജീവനെ ഇത് അഡ്വേഴ്സായി, അവർക്ക് വിപരീതമായി പ്രവർത്തിക്കും. ജീവജാലങ്ങളുടെ ജൈവിക പ്രവർത്തനത്തിന് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, സ്കൈ വാച്ചിങ്, ആകാശ നിരീക്ഷണം, ഇത് ബുദ്ധിമുട്ടാകും. വന നിരീക്ഷണം ബുദ്ധിമുട്ടാകും. ഫ്ലാറ്റുകളിൽ നിന്നും, ഉയർന്ന ഫ്ലാറ്റുകളിൽ നിന്നുണ്ടാകുന്ന വളരെ വലിയ പ്രകാശം രാത്രിയിൽ പക്ഷികളുടെ പറക്കലിന്, അത് പക്ഷികൾക്ക് പറക്കുന്നതിന് അത് ബുദ്ധിമുട്ടാകും. പക്ഷികൾ തിരിച്ച് അതിൻ്റെ കൂട്ടിലേക്ക് പോകുമ്പോൾ, അതേപോലെ തന്നെ മൈഗ്രേറ്റിംഗ് ബേർഡ്സിന്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ സഞ്ചരിക്കുന്ന ബേർഡ്സിന് ദിശ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയിരിക്കും. നാലാമത്തെ പ്രശ്നം, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് ചിലയാൾ വിവേചനരഹിതമായി അമിതമായ തോതിൽ ലൈറ്റ് ഉപയോഗിക്കും. അതായത് ഡിം ലൈറ്റ് ഒക്കെ ഉപയോഗിക്കാൻ നമ്മൾ പറയാറുണ്ട്. ഡിം ലൈറ്റ് ഇടേണ്ട സ്ഥലത്ത് ഡിം ലൈറ്റ് ഇടാതെ വളരെ വലിയ പ്രകാശം ഉപയോഗിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളിലുള്ളവർക്ക് കണ്ണ് കാണാതാവുകയും ആക്സിഡന്റുകൾ ഉണ്ടാവുകയും ചെയ്യും. അമിതമായി പ്രകാശം, അതായത് പ്രകാശിക ഉപകരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അമിതമായി പ്രകാശം ഉപയോഗിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ഉപഭോഗം കൂടുകയും അത് ഊർജ പ്രതിസന്ധിക്ക് ഒരു കാരണമായി തീരുകയും ചെയ്യും. ഇതാണ് പ്രകാശ മലിനീകരണത്തിൻ്റെ അനന്തരഫലങ്ങൾ. പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് നിങ്ങൾ ഇതിനെ പഠിക്കണം. നമ്മൾ ഈ പാഠത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ 3 വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഓർത്ത് പഠിക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെയുള്ള എല്ലാ പാഠത്തിലെയും ക്വസ്റ്റ്യൻസ് ഒക്കെയുള്ള ഒരു വീഡിയോ പിന്നീട് നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.